ഞാൻ ഈ സ്കൂളിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ എടുക്കുന്ന ഒരു ഫസ്റ്റ് റെഗുലർ കോച്ചിങ് പ്രോഗ്രാം അത് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളെ ബാച്ച് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് കോച്ചിങ് ചെയ്യാൻ തുടങ്ങിയത്. സത്യം പറയാൻ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതുവരെ ഞാൻ കോച്ച് ചെയ്തിട്ടൊന്നുമില്ല. അതുവരെ മുമ്പ് വരെ നമ്മൾ അത്ലറ്റിക്സ് കാര്യങ്ങൾ അതൊക്കെ ആ ഒരു കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് ഒരാഴ്ച മുമ്പ് ജസ്റ്റ് അതിൻ്റെ റൂൾസ് കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും, ജസ്റ്റ് ഒരു ഫിറ്റ്നസ് വർക്കൗട്ട് അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പം 2017 മുതലാണ് ഒരു പ്രൊഫഷണൽ ഒരു ഇവൻ്റ് എടുത്തിട്ട് നമ്മൾ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ വരെ എനിക്കൊരു കോച്ചിങ് എക്സ്പീരിയൻസ് എന്ന സംഭവമില്ല. പക്ഷേ ഞാനത് ചെയ്തു തുടങ്ങിയതിന് ശേഷമാണ് ഇന്ന് ഇത്രയും വർഷമായിട്ട് എനിക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു ഒരുപാട് ഇതിലോട്ട് എനിക്ക് നല്ല രീതിയിലാക്കാം. അത് സത്യം പറഞ്ഞാൽ എനിക്കത് ചെയ്യുന്ന കാര്യം നമ്മൾ വിചാരിക്കുന്ന കാര്യം നമ്മളൊരു കാര്യം എയിം ചെയ്ത് അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ആ കോച്ചിങ് തന്ന് തുടങ്ങിയതിന് ശേഷം തന്നെ ആ ടീമിൽ കളിച്ച് ഏകദേശമുള്ളവർ യൂണിവേഴ്സിറ്റി റെപ്രസെൻ്റ് ചെയ്തവരുണ്ട്, കേരള ടീമിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അതിലെനിക്കൊരു ഇത്രയും നല്ലൊരു അച്ചീവ്മെൻറ്റ് കിട്ടും ഞാൻ ഒരിക്കലും അത് വിചാരിച്ചില്ല. ഇപ്പോഴും നിങ്ങൾ പലരും കളിക്കുന്നവരാണ്. നിങ്ങളിൽ മിക്കവർക്കും സ്പോർട്സ് കോട്ടയിലാണ് ഡിഗ്രി അഡ്മിഷനും PG അഡ്മിഷനൊക്കെ കിട്ടിയവർ. അപ്പോൾ അത് എനിക്കൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്.